ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ നല്ലൊരു ഫ്രൈഡേത്തെ വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഈ അടുത്തൊന്നും ഇത്രയും നല്ലൊരു ഫ്രൈഡേ കടന്നു പോയിട്ടില്ല. ഭയങ്കര സിമ്പിളായിട്ട് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഫ്രൈഡേ ആയിരുന്നു. ഒരു ഹറിബറിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഫ്രൈഡേ ആയിരുന്നേ. പിന്നെ ഈ ഒരു സ്ഥലം കത്തീഫ് സിഹാത്ത് ഭാഗത്തുള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയുന്നതാണ്. നമ്മുടെ മജിദിയാണ് കേട്ടോ. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്താണ് തോന്നുന്നു ഇത്രയും നല്ല മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ആദ്യം കണ്ട മജിദിയും ഇപ്പോഴത്തെ മജിദിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. എന്തോ വല്ലാത്തൊരു സന്തോഷം അങ്ങനെ കാണുന്ന സമയത്ത്. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ അവിടുന്ന് മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതുവഴി പോയത്. പിന്നെ അതാ കോർണിഷിൽ ഇറങ്ങിയിരുന്നു കേട്ടോ. ഇവിടെ കുറച്ച് നേരം എനിക്ക് കളിക്കണം പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ടൈമിൽ. പിന്നെ കുട്ടികൾക്ക് പിന്നെ കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാറ്റും മഴയും മഞ്ഞൊന്നും അറിയില്ലല്ലോ. അവൻ അങ്ങനെ നിന്ന് കളിക്കുന്നുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ കോട്ടോ കാര്യങ്ങളോ അങ്ങനെയൊന്നും കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഡ്രസ്സ് എടുക്കണം, ഒരു ചായ കുടിക്കണം, പിന്നെ വീട്ടിൽ പോകണം എന്നായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പിന്നെ വാശി പിടിച്ച് കോർണിഷിൽ ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ ഈ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ വെറുപ്പ് പിടിക്കും ചില സമയത്ത്. അപ്പോൾ പിന്നെ കുട്ടികളുടെ കാര്യം പറയാനുണ്ടോ. അപ്പോൾ പിന്നെ ഞാനും വിചാരിക്കും കുറച്ചൊന്ന് കൈയും കാലൊക്കെ ഒന്ന് ഓടിക്കോട്ടെ, ഒന്ന് ഓടിക്കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാട്ടോ. പക്ഷേ നല്ല തണുപ്പായിരുന്നു കേട്ടോ. തണുപ്പ് എന്ന് പറഞ്ഞേക്കാൾ കൂടുതൽ നല്ല തണുത്ത കാറ്റാണ് വീശിയിരുന്നത്. ഈ ചെവിയുടെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ കുത്തിക്കയറുന്ന തണുപ്പില്ലേ, അതേപോലത്തെ തണുപ്പായിരുന്നു കേട്ടോ. ഇവൻ പിന്നെ കുറേ നേരം ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കളിച്ചു കേട്ടോ. അതാകുമ്പോൾ പിന്നെ അങ്ങനെ കുറേ ഓടാനും സ്ഥലം ഉണ്ടാവുകൊണ്ട് അങ്ങനെ ഓടിക്കളിക്കും. പിന്നെ ഇത് കടലാണ് കേട്ടോ. എന്താ പറയുക, ഇത് നാച്ചുറലി ഉണ്ടായത് കടലല്ല, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത കടലാണ്. പക്ഷേ ഫിഷിങ്ങിനൊക്കെ ബോട്ട് പോകുന്നത് കാണാനുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, ഇറങ്ങാൻ പറ്റൂല, ഇറങ്ങിക്കഴിഞ്ഞാൽ വെച്ചെങ്കിൽ ഫൈന് വരും കേട്ടോ. പക്ഷേ നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഇതിങ്ങനെ നോക്കാൻ കേട്ടോ. എന്താ ഭയങ്കര കാമായിട്ട് എനിക്കിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ നേരെ വിട്ടു. ആദ്യം ദമാമ് പോയിട്ട് ചായ കുടിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ കത്തീഫിൻ്റെ ഉള്ളിൽ തന്നെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു ബാലേട്ടൻ്റെ ചായക്കട പറഞ്ഞിട്ട് കത്തീഫിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ബൂഫി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു കാക്ക. അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് ഞാൻ ചായ അല്ല കേട്ടോ കുടിച്ചത്, ഹോർലിക്സ് ആണ്. പിന്നെ അതാ ഈ ഒരു ജിലേബിയും കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം മോൻ്റെ മുടി ഒന്ന് വെട്ടണം എന്ന് വിചാരിച്ചിട്ട് വന്നതാട്ടോ. എന്താ പറയുക, അവൻ്റെ മുടി അത്യാവശ്യം നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അവൻ വളർത്തുക എന്ന് പറഞ്ഞതാട്ടോ, വളർത്തുക തന്നെയാണ്. പക്ഷേ ഒരു വൃത്തിയില്ലാത്ത ടൈപ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ അതൊന്ന് സെറ്റാക്കാം, രണ്ട് സൈഡിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ആളോട് പറഞ്ഞപ്പോൾ അയാൾ അതിനനുസരിച്ചിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഹെയർ സ്റ്റൈലും കാണിച്ചു കൊടുത്ത് അതേപോലെ വെട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം എന്താ വീട്ടിൽ വന്ന് ഇവനിക്ക് പിന്നെ ഇതേപോലെ എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് പിന്നെ ഇതിൻ്റെ പിന്നാലെ തന്നെയാവും. പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഫോണും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകട്ടെ. അപ്പോൾ കുറച്ച് ഇപ്പോൾ എന്തായാലും അങ്ങനെ ഇൻട്രസ്റ്റിൽ നിൽക്കുകയാണെങ്കിൽ കളിക്കുകയാണെങ്കിൽ അങ്ങനെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ കുറച്ച് നനച്ചുള്ളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഒന്നിച്ചിട്ട് എന്താ പറയുക 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ എല്ലാ പരിപാടികളും കഴിക്കുന്ന ഒരാളല്ല. കുറേ ടൈം എടുത്തിട്ട് ഓരോ ഭാഗത്തു നിന്നായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോരുന്ന ഒരാളാണ് കേട്ടോ. ഇപ്പോൾ പാത്രങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എടുക്കാത്ത പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചു. പിന്നെ ലോണ്ട്രി കൊടുക്കാനുള്ള ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒന്നിച്ച് പണി ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ടയേർഡാവും. അതേപോലെ ബോഡി പെയിനും കാര്യങ്ങളൊക്കെ വന്നിട്ട് ചിലപ്പോൾ പിന്നെ നമുക്ക് നീക്കാൻ വയ്ക്കാത്ത അവസ്ഥയ്ക്ക് ആവും. അപ്പോൾ അതിനേക്കാട്ടിലൊക്കെ ബെറ്റർ കുറേശ്ശെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്നെയും കൊണ്ട് പറ്റുന്ന രീതിക്ക് ഓരോ ദിവസം ഇങ്ങനെ ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് ക്ലീനിങ്ങിൻ്റെ അതായത് നനച്ചുകളുടെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. പിന്നുണ്ടല്ലോ ഞാൻ കത്തി മൂർച്ച കൂട്ടുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഈ സെറാമിക് ടൈപ്പ് കപ്പ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ ബാക്ക് ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെയുണ്ട് ഞാൻ ഈ സ്റ്റീലിൻ്റെ കത്തികളൊക്കെ മൂർച്ച കൂട്ടുന്നത്. അല്ല അതിൻ്റെ ഒരു ടൂളുണ്ടല്ലോ, അപ്പോൾ അതുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന ഒരു അമ്മിക്കുട്ടി എന്ന് പറയുമല്ലോ, ചെറിയൊരു സാധനം, ആ കല്ലിലും ചെയ്യാൻ പറ്റും. അതല്ല ഇതൊന്നും ഇല്ലാത്ത എന്നെ പോലത്തെ ഒരാളാണെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. അടിപൊളിയായിട്ട് കത്തി മൂർച്ച കൂടുക. ഈ ചിക്കനും മീനൊക്കെ കട്ട് ചെയ്യുന്ന സമയത്തേക്കാളും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ട് വരും ഈ കത്തി മൂർച്ചയില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ കാലിയായിട്ടുള്ള കുറേ സ്റ്റോറേജ് ബോക്സ് അല്ല, ഇതേപോലെ ഞാൻ അധികവും ഇങ്ങനെ ഗ്ലാസിൻ്റെ ഐറ്റംസ് ആയിട്ട് ഉപയോഗിക്കുക. ഇതേപോലെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാലിയായിട്ടുള്ളത് മൊത്തം ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്.
പിന്നെ അതാ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കേണ്ടത് വിചാരിച്ചിട്ട് നോക്കുന്ന സമയത്താണ് കാടമുട്ട ഇരിക്കുന്നത്. ഈ തണുപ്പിന് കാടമുട്ട ഭയങ്കര നല്ലതാട്ടോ. ഇവിടെ കുട്ടി ഓന് ഇത് തിന്നൂല, മുട്ട ടൈപ്പുള്ളതൊന്നും തിന്നൂല, പ്രത്യേകിച്ച് കോഴിമുട്ടയൊന്നും തീരെ തിന്നൂല. നമ്മൾ എഗ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ നിന്ന് മുട്ട വേണ്ട, എനിക്ക് കറി മാത്രം മതി പറഞ്ഞിട്ട് കേൾക്കുന്ന ആളാണ് കേട്ടോ ഓന്. അപ്പോൾ ഓൻ കേൾക്കുന്നത് കാടമുട്ട അങ്ങനെ മസാല ഉണ്ടാവുമല്ലോ, മുളകിട്ടിട്ട് സിമ്പിളായിട്ടുള്ള മസാല ഉണ്ടാക്കുന്നത്, അങ്ങനെ മസാല ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുട്ട കേൾക്കാറുണ്ട് കേട്ടോ. പിന്നെ അതാ ബിരിയാണി ഇരിക്കുന്നുണ്ട്, ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ ഇതിലേക്ക് നല്ലൊരു ചിക്കൻ്റെ റോസ്റ്റും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതൊക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഞാൻ പറയാം കേട്ടോ എന്താ ഉണ്ടായി എന്നുള്ളത്. ഞാൻ ഇതേപോലെ കുറച്ച് കൂടുതൽ റൈസ് ഉണ്ടാക്കി വെക്കും, പ്രത്യേകിച്ച് തണുപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതാകുമ്പോൾ പിന്നെ നമുക്ക് എന്താ പറയുക, കൂടുതൽ നേരം കിച്ചണിൽ നിന്നിട്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. പിന്നെ ഒന്നാമത് ക്ലീനിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ കുക്കിങ്ങിൽ നമുക്കിങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താ പറയുക, റൈസ് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ആ റൈസിൽ അങ്ങനെ പോകട്ടോ. പിന്നെ അതാ എനിക്കൊരു അസിസ്റ്റൻ്റ് ഉണ്ടാവുകൊണ്ട് പണി എളുപ്പമൊന്നും ചെയ്യൂല, ഒരു പണിയുള്ളത് ഇരട്ടി പണിയാക്കി തരുമോന്. പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ ഒന്നും ഓൺ വോയിസ് കൊടുക്കാൻ പറ്റൂല, കാരണം ഒന്നും മനസ്സിലാവില്ല. അവനക്ക് ഇപ്പോഴും ചെറുതായിട്ട് കൊന്നപ്പട എന്ന് പറയുമല്ലോ നമ്മൾ, ആ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ട്രാൻസ്ലേഷന് ആൾ വേണം അവൻ വർത്താനം പറയുന്നതിന്. പിന്നെ അതാ പിന്നെയും ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കിട്ടിയൊരു സാധനമാണ് സ്ട്രോബെറി. ഇതിൻ്റെ ഒരു പീസ്, ഒരു ബോക്സ് ഉണ്ടായിരുന്നത് ഞങ്ങൾ കഴിച്ചായിരുന്നു, വെറുതെ കഴിച്ചായിരുന്നു. പിന്നെ ഉള്ളത് ഞാൻ മറന്നു പോയിരുന്നു കേട്ടോ, അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ പിന്നെ ചെറുതായിട്ട് കേടുവരും ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ മൊത്തത്തിൽ എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒരു നല്ലൊരു സ്മൂത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ കയ്യിൽ ബേക്കിംഗ് സോഡ അല്ലേ, അപ്പോൾ പിന്നെ ബേക്കിംഗ് പൗഡർ ആട്ടോ അപ്പോൾ ഞാനിതിലിട്ടിട്ടുള്ളത്. കുഴപ്പമില്ല, വൃത്തിയായി കിട്ടുന്നുണ്ട്. എനിക്കറിയില്ല അത് ഇടാൻ പറ്റുമോ എന്നുള്ളത്, പക്ഷേ കയ്യിലുണ്ടായിരുന്നത് മാത്രമാണ്. അപ്പോൾ പിന്നെ അതിട്ടിട്ട് അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുത്തു. ഈ സ്ട്രോബെറിയിൽ നമ്മൾ കാണുന്ന പോലെയല്ല, ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ജേംസ് ഉണ്ടായിരിക്കും, അതേപോലെ കുറേ അഴുക്കുകൾ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡയിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒരു 10 മിനിറ്റ് ഇട്ട് വെക്കുന്നത് ഏറ്റവും ബെറ്റർ ആയി കിട്ടും, നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോഴത്തേനും ഇതാ എൻ്റെ മുട്ട റെഡി ആയിട്ടുണ്ടായിരുന്നു, മുട്ട വെന്ത് വന്നിരുന്നേ. പിന്നെ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എൻ്റെ 2026 റെസൊല്യൂഷൻ പ്രകാരം ചായ കൂടി കുറക്കും, അതേപോലെ മധുരം മധുരത്തിൻ്റെ ഉപയോഗം കുറക്കും എന്നുള്ളതൊക്കെ അൽഹംദുലില്ലാ അതൊരു പകുതിയോളം എനിക്ക് സക്സസ് ആയിട്ടോ. കാരണം ഞാൻ ഇപ്പോൾ ഈവനിങ് ചായ കുടിക്കുന്നില്ല, എനിക്ക് ചായ കുടിച്ചിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് ചായ കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് തലവേദന വന്നിരുന്നു കേട്ടോ. ഞാനത് ഒരു ദിവസം കൊണ്ട് അങ്ങനെ ചായ കുടിക്കില്ല ഞാൻ ഇനി മുതൽ എന്ന് പറഞ്ഞതല്ല, ഞാൻ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് അതേപോലെ മധുരത്തിൻ്റെ അളവും കുറച്ചിട്ട് അങ്ങനെ വന്നിട്ട് ഇപ്പോൾ ഈവനിങ് എനിക്ക് ചായ ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല കേട്ടോ. ഒന്നല്ലെങ്കിൽ ഇതേപോലെ ഒരു സ്മൂതി, അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ജ്യൂസ്, ഇനി ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സോളം പാല് ഞാൻ തിളപ്പിച്ചിട്ട് കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പതിവ് അപ്പോഴത്തേനും ഞാനിതാ കാടമുട്ട മസാല ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ടിട്ടുള്ളത്. 1.5 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി ഇട്ടിട്ട് ഇതിപ്പോൾ ഞാൻ 10 കാടമുട്ട എങ്ങാണ്ട് എടുത്തിട്ടുണ്ട്, അതൊന്ന് മസാല കൂട്ടി വെക്കുന്നുണ്ട്. ഇനി സാധാ മുളക് പൊടി എടുക്കുന്നുണ്ടെങ്കിൽ ഇത്ര കൂടുതൽ വേണ്ട കേട്ടോ. പിന്നെ എന്താ പറയുക, മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ടാൽ മതി. ഇപ്പോൾ ഇത് ഞാൻ മോനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, അപ്പോൾ അതുകൊണ്ട് ഓൻ കഴിക്കൂല. അവന് എന്താ പറയുക, ഇതേപോലെ ഇല ഐറ്റംസൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഓക്കാനിക്കുള്ളൂ. അപ്പോൾ പിന്നെ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. പിന്നെ അതാ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ള സ്ട്രോബെറി കഷ്ണങ്ങളാക്കിയിട്ട് മൊത്തത്തിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കേട് വന്ന ഭാഗമൊക്കെ ചെത്തി കളഞ്ഞിട്ട് ഒരു ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. ജ്യൂസല്ല, സ്മൂത്തി ടൈപ്പ് ഉണ്ടല്ലോ, ഒരു മിൽക്ക് ഷേക്ക്, സ്ട്രോബെറി മിൽക്ക് ഷേക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. അതടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അത് മൊത്തം ഞങ്ങൾക്ക് 3 പേർക്കുള്ളതുണ്ട് കേട്ടോ. അതൊരു 4 സ്പൂണോളം പഞ്ചസാര ഞാൻ ഇടുന്നുണ്ട്. സത്യത്തിൽ ഇത് ഭയങ്കര പുളിയുള്ള സ്ട്രോബെറിയാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര ഇടാതിരിക്കാൻ പറ്റില്ല. പിന്നെ കുറച്ച് ഐസ് ക്യൂബ് ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് മാത്രമേ ഞാൻ ഇതിൽ ചെയ്യുന്നുള്ളൂ, വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ആ ജിലേബി കേൾക്കുന്ന വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഞാൻ ആ ജിലേബി വെറുതെ കയ്യിലെടുത്തിട്ടൊരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് കയ്യിലെടുത്തതാണ്. ഞാനത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരു പൊട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, നാട്ടിൽ കിട്ടുന്ന ആ ടൈപ്പ് ജിലേബി ഇവിടെ ഇങ്ങനെ അധികം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പൊട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ളത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ മധുരം ഒഴിവാക്കി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്, പിന്നെ ജിലേബി കഴിക്കുന്നതും കാണിക്കുന്നുണ്ട്. എന്താ പറയുക, ഒരു വിരോധാഭാസം തോന്നുന്നുണ്ടാന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഞാൻ ആ ജിലേബി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഒന്ന് കയ്യിൽ പിടിച്ചതായിരുന്നേ. പിന്നെ അതേപോലെ ഞങ്ങൾ വയറിങ്ങും കാര്യങ്ങളൊന്നും ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. ഇപ്പോഴും ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് വേണം, എന്താ പറയുക, എയർ ഫ്രയറോ അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതിൻ്റെ പ്രധാന കാരണം മെക്കാനിക്ക് വരുന്ന ടൈമിൽ കാക്ക ഇവിടെ വീട്ടിലുണ്ടാവുകയും ചെയ്യില്ല, വീട്ടിലുണ്ടാവുന്ന ടൈമിൽ മെക്കാനിക്കിനും ടൈം ഉണ്ടാവില്ല.
അങ്ങനെ ഇപ്പോൾ ദാ ഇതുവരെ എത്തി. ഇനി ഇൻഷാ അള്ളാ നോമ്പിൻ്റെ മുന്നോടിയായിട്ട് എല്ലാം റെഡിയാക്കി തരാമെന്ന് ആൾ പറഞ്ഞിട്ടുണ്ട്. കാരണം നോമ്പിന് നമുക്കൊരിക്കലും മിക്സി എന്താ പറയുക ഒഴിവാക്കാൻ പറ്റൂലല്ലോ. ഒരുപാട് കാര്യങ്ങളുണ്ടാവും. കുറച്ച് ടൈമിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് നമുക്ക് എന്താ പറയുക ഇങ്ങനെ മാറ്റി വെക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടേക്കാരം. അപ്പോഴത്തേനും റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതാ മിൽക്ക് ഷേക്ക് എന്ന് വിളിക്കാൻ പറ്റുമോയെന്നൊന്നും അറിയില്ല, ജ്യൂസ്. ഇതിപ്പോൾ എന്തായാലും 3 പേർക്കും കറക്റ്റായിട്ട് പാകമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവനിക്ക് മധുരം കുറവാണ് പറഞ്ഞിട്ട് അവനക്ക് കുറച്ച് മധുരം ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ അവനക്ക് മധുരം ഇട്ട് കൊടുത്തതാണ്. അവനക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ തണുപ്പൊന്ന് വിട്ടിട്ട് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് അവൻ കുടിച്ചിട്ടുള്ളത്. പിന്നെ അതാ കുറച്ച് നേരം അവൻ്റെ കൂടെ നിന്നിട്ട് ഇതേപോലെ ഇങ്ങനെ കളിക്കാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കൂട്ടുന്നു. ഇവനാണെങ്കിൽ നന്നായിട്ട് സംസാരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവനിക്ക് എന്താ പറയുക വീട്ടിൽ ഇവനുണ്ടെങ്കിൽ ഒറ്റയ്ക്കായി അലച്ചെങ്കിൽ എന്താ പറയുക ഒരു ബോറടിക്കുന്നൊരു ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു എന്താ പറയുക ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴത്തേക്കും എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് കംപ്ലീറ്റ് ആയിട്ട് ഫോണൊക്കെ എപ്പോഴോ നിന്ന് പോയിരുന്നു. ഞാനാണെങ്കിൽ അത് ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നല്ലൊരു ചിക്കൻ കറിയുടെ ചിക്കൻ കറിയല്ല ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ഈ പുതിയാപ്ല സൽക്കാരത്തിന് വിളമ്പുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. എനിക്ക് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അടുത്ത തവണ പോസ്റ്റ് ചെയ്യാം. പിന്നെ അതാ ഞാൻ കുറച്ച് ഉള്ളി ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളിതിനെ കച്ചമ്പറ് എന്നാണ് പറയുക. ഇതിൽ നാരങ്ങയാണ് കേട്ടോ പിഴിഞ്ഞിട്ടുള്ളത്. ഈ നാരങ്ങ പിഴിഞ്ഞിട്ട് ഉള്ളി ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ബിരിയാണിയുടെ കൂടെയൊക്കെ നല്ലൊരു കോംബോ ആയിട്ട് പോകും ഈ ഒരു കച്ചമ്പറ്. പിന്നെ ഇതാ ചോറ് ഞാനൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ബീഫ് ബിരിയാണി എന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ, ബീഫൊന്നുമില്ല. എന്നാലും അൽഹംദുലില്ലാ നല്ല ടേസ്റ്റുള്ളൊരു റൈസ് ആയിരുന്നു കേട്ടോ. പിന്നെന്താ ചിക്കൻ മസാല ചിക്കൻ റോസ്റ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തി പൊറാട്ട ഇതിൻ്റെയൊക്കെ കൂടെ കോംബോ പോകുന്ന, അതേപോലെ നെയ്ച്ചോറിൻ്റെയൊക്കെ കൂടെ അടിപൊളിയായിട്ട് കോംബോ പോകുന്നൊരു റെസിപ്പിയാണ്. ഇന്നത്തെ ഡിന്നർ കുറച്ച് ഹെവി ആണെങ്കിലും അൽഹംദുലില്ലാ പുറത്തുനിന്ന് കഴിച്ചില്ലല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു വെള്ളിയാഴ്ച ഒരു ടൈമിലൊക്കെ ഞങ്ങൾ പുറത്തുനിന്നേക്കാരം ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ പിന്നെന്താ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ ബൈ.